കർത്താവിൻ്റെ ഫേവർ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ അടഞ്ഞ വാതിലുകളെ വീണ്ടും തുറപ്പിക്കും. അടഞ്ഞ വാതിലുകളെ തുറപ്പിക്കും. എഫാത്ത, തുറക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വാക്കും തുറക്കപ്പെടട്ടെ. തുറന്നു തരും, ഓപ്പൺ അപ്പ് ആകും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യം, ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചിരുന്നു, അല്ലെ? പ്രപഞ്ചം മുഴുവൻ അന്ധകാരം വ്യാപിച്ചിരുന്നു. അവിടെ ദൈവം തൻ്റെ വാക്കിനെ അയക്കുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. അപ്പം ആ ഒരു വേർഡ്, വെളിച്ചം ഉണ്ടാകട്ടെ, അപ്പം അവിടെ വെളിച്ചം വന്നു. അപ്പം വെളിച്ചം വന്നപ്പോൾ അന്ധകാരം മാറുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇന്ന് മുൻപിൽ അടഞ്ഞതായിട്ട് തോന്നുന്ന വാതിലുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും കൊട്ടിയടച്ചതാകാം, നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു പോയതാകാം. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക്, ദൈവത്തിൻ്റെ വെളിച്ചത്തിന് ആ വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുവാൻ കഴിയും. ഹി ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. എഫെസോസ് ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയിലൂടെ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ അവിടത്തേക്ക് സാധിക്കും. അപ്പം ഇന്ന് ഈ ഒരു ഷോർട്ട് ലൈവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ദൈവം വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. പിശാച് എവിടെയെങ്കിലും എന്തെങ്കിലും അടയ്ക്കാനോ ബന്ധിക്കാനോ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുരുക്കിൽ നിന്ന് നമ്മളെ അഴിച്ച് നമ്മളെ ഏത് വിധേനയും അനുഗ്രഹിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. അപ്പം ഇന്ന് യേശുവിൽ വിശ്വസിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സഹനം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത നമ്മളെ പിന്തുടരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നെവർ ഗീവ് അപ്പ്, കീപ് പ്രേയിങ്, കീപ് ഫൈറ്റിംഗ്. കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും. നെവർ ഗീവ് അപ്പ്. കർത്താവ് ഇടപെട്ടിരിക്കും. അപ്പം നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വാതിൽ തുറക്കുന്ന ആരാ? കർത്താവാണ്. നമ്മളോട് ദൈവം ആവശ്യപ്പെടുകയാണ്, റെസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ റെസ്റ്റ് ചെയ്യുക. ഹെബ്രായർ 4-ാം അധ്യായം 3-ാം വാക്യം, വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം ലോർഡ് ഈസ് പ്രൊവൈഡിങ് അസ് ദ റെസ്റ്റ്. നമ്മൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ സകലതും ചെയ്ത് കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ വി ഷുഡ് ഡിക്ലെയർ ദിസ്. കർത്താവ് നൽകുന്ന റെസ്റ്റിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സ് പലപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും. ഒരു വചനം കൂടെ നൽകുക, യെശയ്യാ 43:19. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദിയും ഉണ്ടാക്കും. അതിൻ്റെ 18-ാമത്തെ വാക്യം, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കൺസിഡർ ചെയ്യരുത്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, പരിഗണിക്കണ്ട. നമ്മളെപ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കും. അയ്യോ, എനിക്ക് അങ്ങനെ പറയായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു. നമുക്ക് റിവൈൻഡ് അടിച്ച് പോകാൻ പറ്റിയല്ലോ. അതുകൊണ്ട് വചനത്തിൽ പറയാം, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അപ്പം ഇന്ന് ദൈവത്തിൻ്റെ സോവറിനിറ്റിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്തിന്റെ ലിമിറ്റിലാണ്, ദൈവമല്ല. ദൈവത്തിനെല്ലാം കാണാൻ പറ്റും. പിന്നെ ദൈവത്തിന്റെ സോവറിനിറ്റിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹി സീസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. അവസാനം തുടക്കത്തിലെ കാണുന്നവനാ ദൈവം. ഹി സീസ് എവ്രിതിങ്. അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ, ഈ ഭൂമിയുടെ ചരിത്രത്തിൽ നടത്തിയ ഒരു മനുഷ്യൻ എന്നല്ല, ഈ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം, ദൈവം ചെയ്ത പ്രഖ്യാപനം എന്താ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഫ്യൂച്ചറിൽ കർത്താവ് ഒന്ന് ചെയ്യും, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ പോയിന്റ്,
നമ്മൾ ഇനി 1000 വർഷമല്ല, 2000 വർഷമല്ല, 3000 വർഷം കഴിഞ്ഞാലും ഈ ഭൂമിയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം, ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് ദൈവം ഒരു കാര്യം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് കുരിശിൽ അക്കംപ്ലിഷ് ചെയ്തു. അതാണ് ഫിനിഷ്ഡ് വർക്ക്. അതാണ് യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി. അത് സമയത്തിനും കാലത്തിനും അതീതമായൊരു കാര്യമാണ്. അതായത് ഇനി ഭൂമി ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പോലും ക്രൂശ് സാധനം പൂർത്തീകരിച്ചു കർത്താവ്. എന്നാൽ ഭൂമിയിൽ, ശരീരത്തിൽ, ടൈമിന്റെ സോണിൽ ഓരോ സമയത്ത് കാലത്ത് ജനിക്കുന്ന വ്യക്തി ദൈവം ചെയ്തു കഴിഞ്ഞ ഈ പ്രവൃത്തിയെ അവന്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ മറയാൻ ദൈവം വിളിക്കുകയാണ്. അതാണ് ഗോസ്പൽ, സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ രഹസ്യം. ഇത് ബുദ്ധിയുടെ തലത്തെ ആൾക്കാർക്ക് ബുദ്ധിയിൽ ഇങ്ങനെ എത്ര അനലൈസ് ചെയ്യാൻ നോക്കിയാലും കടലിലെ വെള്ളം നമ്മളൊരു കക്ക കൊണ്ട് വറ്റിക്കാൻ നോക്കുന്ന പോലെയാണ്. അതെടുത്ത് നമ്മളത് വറ്റിച്ച് കളയാൻ, അല്ലെങ്കിൽ കടലിലെ വെള്ളം കോരി കളഞ്ഞ് വറ്റിക്കാൻ നോക്കുന്ന പോലെയാണ്. നടക്കില്ല. ഇത് ആത്മാവിന്റെ ശക്തിയിൽ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചന ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രയാണ്. ബിക്കോസ് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വരികയാണ്. 2023 ഒരു വ്യക്തി, ഒരു സിസ്റ്ററിന്റെ കൂടെ, ഒരു കന്യാസ്ത്രീയാണ്, അവർ ഒരുമിച്ച് ഫോണിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2026 നടക്കുന്ന ഒരു ഇൻസിഡന്റ് അവർ ആത്മാവിൽ കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു. അതിന് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ നടക്കുന്നതോട് പറഞ്ഞു. അങ്ങനെ ദൈവം ഗിഫ്റ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. കോട്ടയത്തൊരു ബ്രദറുണ്ട്, വിൽസൺ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഫ്യൂച്ചർ നടക്കാൻ ചുമ്മാ ജസ്റ്റ് പ്രവചിച്ച് പറയുമല്ല, സീക്വൻസ് ഓഫ് ഇവന്റ്സ് വൺ ബൈ വൺ പരിശുദ്ധാത്മാ കാണിച്ചു കൊടുക്കുക. അത് പുള്ളിക്ക് ആഗ്രഹിക്കുമ്പോഴല്ല, ഹോളി സ്പിരിറ്റിന്റെ ആ പ്രസൻസ് വന്ന ആളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ സീക്വൻസ് ബൈ സീക്വൻസ് നിനക്കറിയാമെങ്കിൽ അതെന്തുകൊണ്ട് ഇത്ര സീക്വൻസ്? അതായത് 2 ആഴ്ച ഒരിക്കലും ഞാൻ ആ വ്യക്തിയോട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് ഹോളി സ്പിരിറ്റിന്റെ ട്രാൻസ് വന്നിട്ട് ആള് പറയാൻ തുടങ്ങി, അനീഷ് ഒരു വീട്ടിലോട്ട് കയറുന്നു, അവിടെ അനീഷ് ഇട്ടിരിക്കുന്ന ഷർട്ട് ഇതാണ്, ഒരു ഇന്ന ഗ്ലാസ്, ആ ഗ്ലാസിന്റെ ഷേപ്പ്, അതിലെ എഴുതിയേക്കുന്ന കാര്യം വരെ ആളെന്നോട് പറഞ്ഞു അനീഷിന്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് പോലെ, കൊക്കക്കോള പോലെ എന്തോ ഒരു സാധനമാണ് അത്. അനീഷ് കുടിക്കുന്നു, അവരോട് വർത്താനം പറയുന്നു, ആ വീട്ടിലെ റൂം സെറ്റിംഗ്സ് എല്ലാം പറയും. അപ്പൊ ഞാൻ ഓർത്ത്, ഞാനിപ്പം ഈ അടുത്ത ദിവസങ്ങളൊന്നും ഇങ്ങനെയുള്ള വീട്ടൊന്നും പോയിട്ടില്ല, ചിലപ്പോൾ ഇയാൾ മനസ്സിൽ ചിന്തിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരുന്നു. എക്സാക്ട്ലി കുറെ കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അന്ന് ഈ നാട്ടിലുള്ള സമയമാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് അവിചാരിതമായിട്ട് ആ വ്യക്തിനെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടുമുട്ടി. അയാൾ എന്നെ അയാളുടെ വൈഫിന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ബ്രദർ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ ആ ഇവന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഈ മനുഷ്യൻ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ മനുഷ്യൻ എനിക്ക് ഡ്രിങ്ക് എടുത്തു തരുന്നു, കൊക്കക്കോള എടുത്ത് അതേപോലെ തന്നെ ഗ്ലാസ്സിൽ എടുത്തു തരുന്നു, ആ ഇരുന്ന സോഫ സെറ്റ് എല്ലാം അതുപോലെ തന്നെ, വീടിന്റെ റൂമിലെ കളർ അതുപോലെ തന്നെ, ഇതെല്ലാം ആള് 2-3 ആഴ്ച മുമ്പ് കണ്ടു. അപ്പൊ ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, ഇത്ര കൃത്യമായിട്ട് 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിനക്കറിയാമെങ്കിൽ വൈ, എന്തുകൊണ്ടാണ് അത് ഇത്രയും ഒരു റെവലേഷൻ നീ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു മെസ്സേജ് ഇതാണ്: കുരിശിൽ എന്താണ് സംഭവിച്ചു കഴിഞ്ഞത് എന്നുള്ളതിന്റെ രഹസ്യം ഇനിയും ഭൂമിയിലുള്ള മനുഷ്യർക്ക്, ഈ തലമുറയ്ക്ക് മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ അതിന്റെ ആ ലെയർ തപ്പി പിടിക്കുന്നില്ല. അതിന്റെ ആ ഒരു ആഴമേറിയൊരു സംഭവമുണ്ട്. ഈ ഭൂമിയിൽ ഇനി നടക്കാനിരിക്കുന്ന സീക്വൻസ് ഓഫ് ഇവന്റ്സ് എല്ലാം ദൈവത്തിനറിയാം. ഇതിന്റെ എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് മനുഷ്യന്റെ സാർവത്രികമായ മനുഷ്യന്റെ രക്ഷ അത് ഓൾറെഡി കുരിശിലെ പരിഹാര ബലിയിലൂടെ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നടക്കുന്നതെല്ലാം, ഈ ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം മനുഷ്യൻ എത്രമാത്രം യേശു അവർക്ക് വേണ്ടി കുരിശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്ന സത്യം തിരിച്ചറിഞ്ഞ് എന്നെ യേശു രക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആത്മാവിൽ, ആ തിരിച്ചറിവ് ആത്മാവിൽ കിട്ടി. യേശുവിന്റെ ആത്മാവിനോട് ലയിക്കുവാനുള്ള വിളിയാണ് ഭൂമിയിലുള്ള സകലർക്കും ദൈവം തന്നിരിക്കുന്നത്. രക്ഷ കുരിശിൽ അക്കംപ്ലിഷ്ഡ് ആണ്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓൺ ദ ക്രോസ്. കുരിശിൽ അത് സാർവത്രികമായി അവിടുന്ന് അത് പൂർത്തീകരിച്ചു. അവിടുന്ന് അത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും. അതുകൊണ്ട് കൊളോസസ് 1:20 നമ്മൾ കാണുന്ന, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സമാധാനം സ്ഥാപിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. പിന്നെ ദൈവം വിളിക്കുകയാണ്, റെസ്റ്റിംഗ് ഇൻ ഹിസ് പ്രസൻസ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധി റെസ്റ്റ് ചെയ്യുമ്പോൾ സർവശക്തനായ രാജാതിരാജനായ സകലത്തെ മടക്കി വാഴുന്ന സകലത്തിന്റെ മേലും അധികാരമുള്ള നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാണ്, അത്ഭുതങ്ങൾ നടക്കുവാണ്. ഈ അത്ഭുതങ്ങളെല്ലാം ഓൾറെഡി സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം.
കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. കർത്താവ് 5 അപ്പം എടുത്ത് നന്ദി പറഞ്ഞു. ആ സമയത്ത് അവിടെ അത്ഭുതം സംഭവിക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവിന്റെ മഹത്വം അവിടെ അത്ഭുതങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ ഈ ഒരു വചനം യെശയ്യാ 41:18-19, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ, ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചിന്റെ എല്ലാ പദ്ധതികളെയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ക്യാൻസൽ ചെയ്യുന്ന ഈ നിമിഷം. കാരണം കുരിശിൽ പിശാച് എക്സ്പോസ്ഡായി, കുരിശിൽ പിശാചിന്റെ പ്രവർത്തികളെ കർത്താവ് എക്സ്പോസ് ചെയ്തു, കർത്താവ് അതിനെ തകർത്തു, ആയുധവർഗം വെപ്പിച്ചു, പിശാചിനെ പരാജയപ്പെടുത്തി, സാത്താന്റെ സകല അധികാരങ്ങളെ കുരിശിലെ പരിഹാര ബലിയിലൂടെ കർത്താവ് തകർത്ത് കളഞ്ഞതാ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തുറക്കുന്ന പുതിയ വാതിലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചേ, എന്റെ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ തുറക്കുന്ന പുതിയ വാതിലിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ തുറക്കുന്ന പുതിയ വഴികൾക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ തുറക്കുന്ന പുതിയ നന്മകളുടെ പാതകൾക്കായി നന്ദി പറയുന്നു. അധരം തുറന്ന് പ്രാർത്ഥിച്ചേ. ദ പവർ ഓഫ് ഗോഡ് ക്യാൻ ക്രിയേറ്റ് മിറക്കിൾസ്. ഇന്ന് മിറക്കിൾ സംഭവിക്കുമെന്ന് ദൈവത്തിന് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഇന്ന് ഈ ലൈവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി, ജനിച്ചതും ജീവിക്കുന്നതും ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യർക്കും വേണ്ടി കുരിശിൽ അവിടുന്ന് സകലതും ചെയ്തു കഴിഞ്ഞല്ലോ, പൂർത്തീകരിച്ചല്ലോ. ഇറ്റ് ഈസ് അവർ വേ ഔട്ട്. ഇറ്റ് ഈസ് അവർ സാൽവേഷൻ. ഇറ്റ് ഈസ് അവർ എവറിത്തിങ്. ഞങ്ങളുടെ സാൽവേഷനും വേ ഔട്ടും ഞങ്ങൾക്കുള്ള സകലതും. നമ്മൾ ഈ മോട്ടോർവേയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ചില നമ്പറുണ്ട്, എക്സിറ്റ് എന്ന് പറഞ്ഞ്, എക്സിറ്റ് അല്ലെ, മോട്ടോർവേയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് വേണം നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് പോകാൻ. ഈ ഭൂമിയിൽ നിന്ന് നമ്മളായിരിക്കുന്ന ഈ ഒരു കോസ്മോസ്, ഈ ഒരു ഫിനോമിനന്റെ അകത്തുനിന്ന് ഒരൊറ്റ എക്സിറ്റ് ആണ്, ആ സേഫ് എക്സിറ്റ്. ആ പാത കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ്. എങ്ങനെ തുറന്നു തന്നിരിക്കുന്ന? സ്വന്തം ശരീരത്തിലൂടെ. അതാണ് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത്. അവൻ സ്വന്തം ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് വേണ്ടി നവീനവും സജീവവുമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു. അവൻ ബലിയായി തീർന്നുകൊണ്ട് ആ പാത യേശുവിന്റെ ശരീരത്തിലൂടെ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ പിതാവിലേക്ക് ആരും ചെല്ലത്തില്ല. അതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആൾ ആ വാതിൽ തുറന്നിട്ട് എല്ലാവരും രക്ഷിച്ചു എന്നുള്ള ഫാക്റ്റും കൂടെ നമ്മളവിടെ പറയണം. നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, യേശു ഏകരക്ഷകനാണ്, വഴിയും സത്യവും ജീവനും യേശുവാണ്. ഇത് സാധാരണ മനുഷ്യർ കേൾക്കുമ്പോൾ അയ്യോ, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അവര് പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ അതിനകത്ത് അടുത്തൊരു സ്റ്റെപ്പും കൂടെ ആ ദൈവം ചെയ്തിട്ടുണ്ട്. എന്നതാ? വഴി സ്വന്തം ദേഹമാകുന്ന ശരീരം ബലിയായി നൽകിക്കൊണ്ട് വഴി തുറന്നു തന്നു. എല്ലാ മനുഷ്യരെ, വിശ്വാസി അവിശ്വാസിയെയും തന്റെ പരിഹാര ബലിയിലൂടെ രക്ഷിക്കുകയും ചെയ്തു. ഇത് രണ്ടും ചെയ്തിട്ടാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നല്ല. രക്ഷിച്ചു കർത്താവ് തന്റെ പരിഹാര ബലിയിലൂടെ. സുവിശേഷം എന്നാൽ നമ്മൾ യേശുവിനെ സ്വീകരിക്കുക എന്ന ആ തലത്തല്ല, ആ തലം എല്ലാവരും കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ യേശു നമ്മളെ സ്വീകരിച്ചു, നമ്മളെ രക്ഷിച്ചു. റിയൽ ഗോസ്പൽ. യേശു തന്റെ പരിഹാര ബലിയിലൂടെ നമ്മളെ രക്ഷിച്ചു. യേശു നമുക്ക് വേണ്ടി പാത തുറന്നു തന്നു സ്വന്തം മരണത്തിലൂടെ. രക്ഷിക്കുകയും പാത തുറന്നു തരികയും ചെയ്ത ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുവാനല്ലാതെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു മതമാണോ? അല്ല. രക്ഷിക്കുകയും നമുക്ക് വേണ്ടി പാത തുറന്നു തരികയും ചെയ്ത ദൈവത്തെ ആരാധിക്കുക എന്നുള്ള നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള നന്ദി നിറഞ്ഞ ഹൃദയമാണ്, അല്ലെങ്കിൽ ആ ഒരു താങ്ക്ഫുൾനെസ് ആണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഈ സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. ചില വ്യക്തികൾ നമുക്കറിയാം, ഈ ദിവസം സഹനത്തിന് നടുവിൽ നിന്ന് പറഞ്ഞ, കർത്താവേ, നീ ഈ സഹനത്തിലൂടെ കടന്നുപോയി, എന്നെ നീതീകരിച്ചു, ആ പാത എനിക്ക് വേണ്ടി തുറന്നു തന്നു പരിഹാര ബലിയിലൂടെ, എന്നെ രക്ഷിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവിന്റെ ഹൃദയം ഏറ്റവും അധികം സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാം? നമ്മൾ അതിനായി നന്ദി പറയുമ്പോഴാണ്. എല്ലാം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. അധരം തുറന്ന് പറഞ്ഞേ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. ഇത് അധരം തുറന്ന് പറയുമ്പോൾ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി, ഇറ്റ് വിൽ ടേൺ ദ ടേബിൾസ് ഫോർ യു. കീഴ്മേൽ മറിക്കും സകലതിനെ. കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. പിശാചിന് അക്യൂസ് ചെയ്യാൻ പോലും പറ്റാതെ വണ്ണം ഹി വിൽ ടേൺ ദ ടേബിൾസ് അറൌണ്ട്. എല്ലാം നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന. റോമ 8:28. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കായി അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അടുത്ത വാക്യം എന്നതെന്നറിയോ?
തന്റെ പുത്രന്റെ രൂപത്തിലൂടെ നമ്മളെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി അവിടെ നമ്മളെ തെരഞ്ഞെടുത്തു. അതാണ് അടുത്ത വാക്യം. ദൈവം തന്റെ പുത്രന്റെ രൂപത്തിലേക്ക് നമ്മളെ അനുരൂപമാക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്ത കുരിശിൽ സകലതും പൂർത്തീകരിച്ചു. ഇനി എന്നാ ദൈവം ചെയ്യുന്നത്? നമ്മളെ പുത്രനായ യേശുവിന്റെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഓരോ ദിവസവും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ട ഓരോ ദൈവമക്കളെ സമർപ്പിക്കുന്നു, കേൾക്കാനിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധം സഹവാസവും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾക്കിടയിൽ ഒരു ബ്രേക്കിലാണ് ഈ വീഡിയോ ലൈവ് എടുത്ത് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിലാണ്. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.